ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൻ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബിരിയാണി അല്ലെങ്കിൽ മുട്ട ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചോറ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാനിൽ നിറയെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കിനി കുറച്ച് മസാല ചേർക്കാം. ഒരു ചെറിയ കഷ്ണം പട്ട, ഇത്രയുള്ളൊരു കഷ്ണം പട്ട, ഒരു തക്കോലം, 5 ഏലക്ക, പിന്നെ 6-7 ഗ്രാമ്പു വേണം. ഇത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ഇനി ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴാണ് നമ്മൾ ഇതിനകത്തേക്ക് അരി ചേർക്കേണ്ടത്. ഇപ്പോൾ വെള്ളം ചെറുതായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് അരി ചേർക്കാം. ഞാനിവിടെ 3 കപ്പ് ബസ്മതി റൈസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 20 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് നാരങ്ങാനീര് ചേർക്കാം. ഏകദേശം 1 ടീസ്പൂൺ നാരങ്ങാനീര് മതിയാവും. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് കൂടുതൽ ചേർക്കണം കേട്ടോ. അതായത് നമ്മൾ ഈ വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കൂടുതലായിട്ട് തോന്നണം. എന്നാൽ മാത്രമേ വെന്ത് കഴിയുമ്പോൾ ചോറിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കാണത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനെ നമുക്ക് വേവിച്ചെടുക്കാം. അരി ആവശ്യത്തിന് വെന്ത് വരണം, പക്ഷെ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്. ചോറ് തമ്മിലൊട്ടാതെ വേറെ വേറെ തന്നെ കിടക്കണം. ആ ഒരു പരുവത്തിന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അരി ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ആയിരിക്കണം. ഒട്ടും വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല. ഇതുപോലെ പാകത്തിന് വെന്ത് വരണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെള്ളം ഊറ്റിയെടുക്കാം. അതിന് മുന്നേ ഇതിൻ്റെ മുകളിൽ കിടക്കുന്ന മസാലയെല്ലാം നിങ്ങൾക്ക് ഇതുപോലൊരു സ്പൂൺ വെച്ച് മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ചോറ് കഴിക്കുമ്പോൾ ഇത് കിടക്കുന്ന ഇഷ്ടമാവില്ല. അപ്പോൾ അത് നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യാം. എന്നിട്ട് വെള്ളം ഊറ്റി ചോറ് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് മസാലയ്ക്കുള്ള സാധനങ്ങൾ നോക്കാം. ആദ്യം ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടി 1 പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുതിനയില, മല്ലിയിലയുടെ പകുതി എടുത്താൽ മതി പുതിനയില. പിന്നെ 1 പിടി തേങ്ങ വേണം. 1 ടീസ്പൂൺ പെരുംജീരകം വേണം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പെരുംജീരകം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അത് ഒഴിവാക്കിയാൽ മതി. തേങ്ങയും മല്ലിയിലയും പുതിനയിലയും മാത്രം ചേർത്തിട്ട് അരപ്പ് തയ്യാറാക്കിയാൽ മതി. ഇപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ സാധനങ്ങളെല്ലാം ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചൊരു അരപ്പ് തയ്യാറാക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചെറിയ ചൂട് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂവ് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂവ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ പാലിലേക്ക് 1 നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചാലും മതി. ഇത് അവസാനം നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കയ്യിൽ ഈ കുങ്കുമപ്പൂവ് ഇല്ലാത്തപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിക്കാറുള്ളത്. ബിരിയാണിയിൽ ആ മഞ്ഞളിൻ്റെ ചുവയൊന്നും കാണത്തില്ല. ചോറിന് ചെറിയൊരു മഞ്ഞ കളർ കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യം പോലെ ഏതാണ് കയ്യിലുള്ളതെന്ന് വെച്ചാൽ ഉപയോഗിച്ചാൽ മതി. പിന്നെ നമുക്ക് മസാല തയ്യാറാക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒരു ചെറിയ പിടി സവോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനാവശ്യമുള്ളത്ര എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് സവോള ചേർക്കാം. ഞാനിവിടെ 3 സവോള നീളത്തിന് കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഒരു ചെറിയ പിടി സവോള ഈ എണ്ണയിലോട്ട് ചേർത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത്ര മതിയാവും. ഇതിന് നല്ല ബ്രൗൺ ആയിട്ട് ക്രിസ്പി ആയി വരുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഇപ്പോൾ സവോള നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിൽ ഇട്ട് വയ്ക്കാം. സവോള ഫ്രൈ ചെയ്ത കുറച്ച് എണ്ണ ബാക്കിയുണ്ട്. അതിനകത്തേക്ക് ഒരല്പം കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കാം. ബാക്കി ഇരിക്കുന്ന സവോള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സവോള ചെറുതായിട്ടൊന്ന് നിറം മാറിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കണം. ഇപ്പോൾ സവോള കണ്ടോ, ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറം ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് 1 പച്ചമുളക് ചേർക്കാം. പച്ചമുളക് എരിവിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർക്കാം. ഇത് വീണ്ടും വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ചുവ മാറണം. അതുപോലെ സവോള കുറച്ചും കൂടെ ഒന്ന് ബ്രൗൺ ആയി വരുകയും വേണം. ഇപ്പോൾ സവോള കുറച്ചും കൂടി ബ്രൗൺ ആയിട്ടുണ്ട്. ഇത് മതിയാവും. ഇതിലേക്ക് നമുക്കിനി ആദ്യം അരച്ച് വെച്ച പേസ്റ്റ് ചേർക്കാം. തേങ്ങയും മല്ലിയില, പുതിനയില, പിന്നെ കുറച്ച് പെരുംജീരകവും കൂടി അരച്ചെടുത്തതാണ്. അത് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ആ തേങ്ങയുടെ പച്ച ചുവയൊന്ന് മാറണം. പിന്നെ അതുപോലെ നിങ്ങളിത് അരച്ച സമയത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ലൂസായിട്ടാണ് അരച്ചിട്ടുള്ളതെങ്കിൽ ആ വെള്ളം എല്ലാം വറ്റി ഇത് നല്ല ഡ്രൈ ആയി വരുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇത് ഞാനൊരു 5 മിനിറ്റ് വഴറ്റി എൻ്റെ പച്ച ചുവ നന്നായി മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചച്ചുവ മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കാം. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് എണ്ണ കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പൊടികൾ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്, അതിൻ്റെ പച്ചച്ചുവ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി തൈര് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ആ മസാല ചേർത്ത്. ഈ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ മസാല നമ്മളൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷമാണ് ഇതിനകത്തേക്ക് ചോറൊക്കെ ചേർക്കുന്നത്. സവോള നമ്മളൊന്ന് വഴറ്റിയെടുത്തിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ കുറച്ച് നേരം അത് ആ മസാലയിൽ കിടന്നൊന്ന് വേവും കൂടി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചത്. അല്ലെങ്കിൽ 10 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇത് ഒത്തിരി അങ്ങ് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ഈ ഒരു പരുവത്തിന് ആയിരിക്കണം. ഓക്കെ, നല്ല കുറുകിയ ഒരു മസാല. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുട്ട പുഴുങ്ങിയത് ചേർക്കാം. ഞാനിവിടെ 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ആ മുട്ട പുഴുങ്ങിയതിന് ശേഷം ഞാൻ അതിനകത്ത് ഇതുപോലെ 2-3 സ്ഥലത്തൊന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. ആ മസാല കുറച്ചൊന്ന് മുട്ടയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മസാല മുട്ടയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതിന് നമുക്കൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് അടച്ചു വെക്കാം. ആ മുട്ടയിൽ മസാല കുറച്ചൊന്ന് പിടിക്കണം. അതുപോലെ വെള്ളം കുറച്ചും കൂടി വറ്റി മസാല ഒന്ന് ഡ്രൈ ആയി വരുവും വേണം. അതുവരെ ഇത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു, നമുക്ക് തുറന്നു നോക്കാം. കണ്ടോ, മസാല ആവശ്യത്തിന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം. പിന്നെ ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയൊരു കാര്യം, ഇതിനകത്തിപ്പോൾ ഞാൻ 4 മുട്ടയാണല്ലോ ചേർത്തത്. ഇതിന് പകരം നിങ്ങൾക്ക് 5-6 മുട്ട ചേർക്കാം കേട്ടോ. മുട്ടയുടെ അളവ് അങ്ങനെ കറക്റ്റ് ആയിരിക്കണമെന്നില്ല, കാരണം ഇത്രയും ഗ്രേവി ഉണ്ട്. അപ്പോൾ ഒരു 5-6 മുട്ട ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഈ മസാലയുടെ മുകളിലോട്ട് നമ്മൾ ആദ്യം വേവിച്ച് വെച്ച ചോറ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2-3 ലെയറായിട്ടൊക്കെ ദം ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ആ മസാലയുടെ മുകളിലോട്ട് ചോറിട്ട് ദം ചെയ്യുവാണ്. ചോറിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച സവോള ഇട്ട് കൊടുക്കാം. ഈ സമയത്തൊക്കെ ഒന്നുകിൽ തീ ഓഫ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പാലിൽ കുങ്കുമപ്പൂവ് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ നമുക്ക് ചെറിയ തീയിൽ, ഏറ്റവും ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് ദം ചെയ്തെടുക്കാം. ഒന്നുകിൽ നല്ല ടൈറ്റായിട്ടുള്ളൊരു അടപ്പ് വെച്ചിട്ട് വെറുതെ അടച്ചാൽ മതി. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നല്ല ടൈറ്റായിട്ടുള്ളൊരു അടപ്പ് വെച്ച് ആവി കയറ്റി എടുക്കാൻ പോവാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. അപ്പോൾ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതുപോലൊരു ടൈറ്റായിട്ടുള്ള അടപ്പ് വെച്ച് അടയ്ക്കാം. അപ്പോൾ ഒട്ടും ആവിയൊന്നും പുറത്തേക്ക് പോവില്ല. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു, ഞാൻ തീ ഓഫ് ചെയ്തു. നമുക്ക് തുറന്നു നോക്കാം. കണ്ടോ, നല്ല അടിപൊളി മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കാണിക്കാം. ചോറൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മസാലയും നല്ല ടേസ്റ്റി ആട്ടോ. സാധാരണ നമ്മൾ ചിക്കൻ ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ ഒക്കെ വെക്കുന്ന പോലെയല്ല, മുട്ട ബിരിയാണി വെക്കുമ്പോൾ അതിൻ്റെ മസാലയ്ക്ക് അത്ര ഒരു ടേസ്റ്റ് കാണത്തില്ല. കാരണം അതിനകത്തോട്ട് അങ്ങനെ അധികം ഫ്ലേവർ ഒന്നും പിടിക്കാനില്ലല്ലോ. പക്ഷേ ഇതിൻ്റെ മസാല നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പ്ലീസ് എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഷെയർ ചെയ്യണം. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.